CMOS ഇൻവെർട്ടറിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന്റെ കാരണം ഇറ്റ് ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മോസ്ഫെറ്റ് ഇൻവെർട്ടർ ഇൻ ചിപ്പ് ഡിസൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മോസ്ഫെറ്റ് ടെക്നോളജിയിൽ CMOS ടെക്നോളജിയിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് CMOS ഇൻവെർട്ടർ. ഓക്കെ, അപ്പൊ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം ഇറ്റ് വിൽ ബി എ നോട്ട് ഗേറ്റ്. ഓക്കെ, സോ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ലോജിക് 0 നിങ്ങൾ ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 1 കൊടുത്താൽ 0 ആയിരിക്കും. സിംപ്ലി ഇതാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ CMOS ഇൻവെർട്ടേഴ്സിന്റെ കേസിൽ ഇറ്റ് വിൽ ഓപ്പറേറ്റ് വിത്ത് വെരി ലിറ്റിൽ പവർ ലോസ്. ലോ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് CMOSന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഇറ്റ് ഓപ്പറേറ്റ് വിത്ത് ലോ പവർ ലോസ് ആൻഡ് റിലേറ്റീവ്ലി ഹൈ സ്പീഡ്. റിലേറ്റീവ്ലി ഹൈ സ്പീഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഹയസ്റ്റ് സ്പീഡ് എപ്പോഴും ECL ലോജിക് ഫാമിലിക്കാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ്ലി ഹൈ സ്പീഡ് ആണ്. ദെൻ അതിന്റെ സ്ട്രക്ചർ നെക്സ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ബിഫോർ ഗോയിങ് ടു ദാറ്റ് സ്ട്രക്ചർ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ CMOS എന്ന് പറഞ്ഞാല് PMOSും NMOSന്റെയും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. CMOS നിങ്ങൾ നേരത്തെ മോസ്ഫെറ്റ് നമ്മൾ ഫാബ്രിക്കേഷൻ കണ്ടു, ഒരു PMOSന്റെയും NMOSന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ PMOSും NMOSും നമ്മുടെ ഈ ഇൻവെർട്ടർ സർക്യൂട്ടിൽ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്വിച്ചിങ് കണ്ടീഷൻ ഒന്ന് ആദ്യം ഓർത്ത് വെച്ചോ, അത് കഴിഞ്ഞ് നമുക്ക് ഇൻവെർട്ടറിന്റെ സ്ട്രക്ചറിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഒരു PMOS നിങ്ങൾ ഒരുപാട് സിമ്പിൾസ് അതിനു വേണ്ടി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇതേതാ, PMOS ആണോ NMOS ആണോ? ഇതിൽ ഫസ്റ്റ് വരച്ച സർക്യൂട്ട് ഏതാ? PMOS ആണോ NMOS ആണോ? PMOS. ഓക്കെ, അപ്പൊ യു ക്യാൻ ഐഡന്റിഫൈ PMOS ബൈ ദിസ് ബബിൾ ഇൻ ദ ഗേറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഒരു സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്, ഇത്രയാണ് മോസ്ഫെറ്റിന്റെ ടെർമിനൽസ്. ഓക്കെ, സോ ഒരു ബബിള് ഗേറ്റിന്റെ അവിടെ പ്രസന്റ് ആണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് PMOS. ആൻഡ് ദിസ് ഈസ് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ, ദാറ്റ് ഈസ് NMOS. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സ്വിച്ച് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി അത് ഓൺ ആവേണ്ട കണ്ടീഷനും ഓഫ് ആവേണ്ട കണ്ടീഷനും ഒന്ന് ആദ്യം നിങ്ങൾ ഓർത്ത് വെച്ചു. ഇതൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. വെൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, ദിസ് വോൾട്ടേജ്. ഓക്കെ, വെൻ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ലെസ് ദാൻ VTH ഇസ് ദ ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമ്മുടെ മോസ്ഫെറ്റിന് ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇഫ് ദ VGS ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്, PMOS will be on. ഓക്കെ, ഇപ്പൊ PMOS ഓൺ ആവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട, നമുക്കൊരു ലോ വാല്യൂ ഇൻപുട്ടിൽ കിട്ടണം. അപ്പോഴാണ് എന്താകുന്നത്, PMOS ഓൺ ആകുന്നത്. ആ ടൈം എന്തായിരിക്കും, NMOS ഓഫ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് വോൾട്ടേജ്, NMOS will become on and PMOS become off. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യം ഓർത്താൽ മതി. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ലോ ആണെങ്കിൽ ലോജിക് 0 ആണെങ്കിൽ, ഐഡിയലി പറയുവാണെങ്കിൽ ലോജിക് 0 ആണെങ്കിൽ, ലോജിക് 0 എന്ന് പറഞ്ഞാൽ ലോ ലെവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോജിക് 0 ആണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ എന്തായിരിക്കും, ഒരു NMOSന്റെ ഗേറ്റിൽ നിങ്ങൾ ഒരു ലോജിക് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഓഫ്. ബട്ട് PMOSന്റെ ഗേറ്റിൽ ലോജിക് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഓൺ കണ്ടീഷൻ. എന്നുവെച്ചാൽ സ്വിച്ചിന്റെ പോലെ ഇക്വാലന്റ് ആയിട്ടാണ് പറയുന്നത്. അതേപോലെ നേരെ തിരിച്ച് NMOSന് ഒരു ഹൈ വോൾട്ടേജ് ഗേറ്റിൽ അപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ദാറ്റ് ഈസ് അത് ഓൺ ആകുന്ന വെച്ചാൽ ക്ലോസ്ഡ് സ്വിച്ച് ആവും. ഓക്കെ, ഇനി ഇത് PMOSന്റെ കേസിൽ ഒരു ലോജിക് ഹൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ അതെന്താവും, ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഒന്ന് ആദ്യം ആലോചിച്ച് വെക്കുക. ഇത് നമ്മൾ മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് S3 പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർക്കുക. ലോജിക് ലോ ലെവലാണ് ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താവും, ഏത് മോസ്ഫെറ്റ് ഓൺ ആവും, ലോ ലെവൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PMOS ഓൺ ആവും. ഓക്കെ, ഹൈ ലെവലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ NMOS ഓൺ ആവും, തിരിച്ച് മറ്റേത് ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഒന്ന് ഓർക്കുക. ദെൻ നമ്മുടെ CMOS ഇൻവെർട്ടറിന്റെ സ്ട്രക്ചർ, ഇതും നിങ്ങൾ S3 പഠിച്ചിട്ടുള്ള കാര്യമാണ്. CMOS ഇൻവെർട്ടറിന്റെ സ്ട്രക്ചർ. സോ CMOS ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് അല്ലെ. സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആണ്. സോ ഫോർ എ CMOS ഇൻവെർട്ടർ വി റിക്വയർ 1 NMOS ആൻഡ് 1 PMOS. നിങ്ങൾ ആലോചിച്ചോ, എപ്പോഴും CMOS സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും
ഒന്നുകിൽ NMOS മാത്രം അല്ലെങ്കിൽ PMOS മാത്രം വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എ പെയർ ഓഫ് NMOS ആൻഡ് PMOS ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ ഇൻപുട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഒരു NMOSും ഒരു PMOSും ഉണ്ടാവും. ഓക്കെ, ഇനി 2 ഇൻപുട്ട് സർക്യൂട്ട് ആണെങ്കിൽ 2 NMOSും 2 PMOSും ഉണ്ടാവും. ഒന്ന് ഓർക്കുക, നമ്മൾ S3 ലോജിക്കില് ഇതൊക്കെ അതൊക്കെ അന്നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഇപ്പൊ നമ്മൾ ഇൻവെർട്ടറിന്റെ കേസാണ് പറയുന്നത്. സോ വി ഹാവ് എ സിംഗിൾ NMOS ആൻഡ് സിംഗിൾ PMOS ട്രാൻസിസ്റ്റർ. How that are connected? We are connecting the gate terminals together and the drain terminals together. Okay, so NMOSന്റെയും PMOSന്റെയും ഗേറ്റ് ഒരുമിച്ച് കണക്ട് ചെയ്യുക, ഡ്രെയിൻ ഒരുമിച്ച് കണക്ട് ചെയ്യും. Okay, then input is connected to that gate and output is taken from drain. Okay, ഡയഗ്രാം വരയ്ക്കുക. രണ്ടിന്റെയും ഗേറ്റ് കണക്ട് ചെയ്യുക, അവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുക. രണ്ടിന്റെയും ഡ്രെയിൻ കണക്ട് ചെയ്യുക, ആ പോയിന്റിൽ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, and supply, power supply and ground. Okay, so power supply is supplied at source of PMOS and source of NMOS is connected to ground. Okay, so our circuit diagram will be like this. ഓർക്കുന്നുണ്ടോ എങ്ങനെ സർക്യൂട്ട് ഡയഗ്രം കണ്ടത്? ഇൻവെർട്ടറിന്റെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ CMOS സർക്യൂട്ടിലും നിങ്ങൾ ഈ ഒരു പോയിന്റും കൂടി ഓർക്കണം. എപ്പോഴും നമ്മുടെ ലോഡ് സൈഡിൽ CMOS ആണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിയോ എല്ലാണ്ട് ഒരു നോയ്സ് പോലെ ഉണ്ടല്ലേ? നോയ്സ് വരുന്നു. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പം കുറച്ച് പറഞ്ഞത് മനസ്സിലായില്ല, ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയിട്ടില്ല? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ഓക്കെ, സോ നമ്മുടെ ഇൻവെർട്ടർ സർക്യൂട്ടിൽ ദർ ഇസ് വൺ PMOS ആൻഡ് വൺ NMOS എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ CMOS സർക്യൂട്ടിലും ഈ ഒരു കാര്യം നോട്ട് ചെയ്തോ. നമ്മുടെ PMOS ആയിരിക്കും ലോഡ് സൈഡിൽ ഉണ്ടാവുക. ലോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടോപ്പ് സൈഡിലാണ് വരിക. ഓക്കെ, NMOS ബോട്ടം സൈഡ് അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറയും. ഓക്കെ, അതായത് ഇത് മാത്രമല്ല, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ലാസ്റ്റോട്ട് CMOSന്റെ കുറെ സർക്യൂട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏത് വരക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. PMOS എപ്പോഴും എവിടെ വേണം? ലോഡ് സൈഡിൽ, അതായത് ടോപ്പിൽ വരും. ഓക്കെ, NMOS ഡ്രൈവർ സൈഡിൽ. അത് എത്ര PMOS വരച്ചാലും എത്ര NMOS വരച്ചാലും അതിന്റെ പൊസിഷൻ അതുപോലെ വരുള്ളൂ. ഓക്കെ, ദെൻ PMOS ലോഡ് സൈഡിലാന്ന് പറഞ്ഞു. അപ്പൊ PMOSന്റെ സോഴ്സ് എപ്പോഴും VDD-ലോട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, PMOSന്റെ സോഴ്സ് കണക്റ്റഡ് ടു VDD, NMOSന്റെ സോഴ്സ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഓക്കെ, ദെൻ നൗ ഇൻപുട്ട് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഗേറ്റ് ടെർമിനലിലാണ്. ഹിയർ വി ഹാവ് എ സിംഗിൾ ഇൻപുട്ട് Vin. ഓക്കെ, ഇൻവെർട്ടറിന്റെ കേസിൽ. സോ വി ആർ ഷോർട്ടിംഗ് ദ ഗേറ്റ് ടെർമിനൽസ്. രണ്ടിന്റെയും ഗേറ്റ് ടെർമിനൽസ് we are connecting together and input is applied at that point and output is taken at the drain terminal. അപ്പൊ നമ്മുടെ PMOSന്റെയും NMOSന്റെയും drain ഷോർട്ട് ചെയ്തു. at that point we can take the output. so this is the structure of CMOS inverter. okay, അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി CMOS സർക്യൂട്ട് വരക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അങ്ങോട്ടേക്ക് ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് തരുന്ന ഏത് ഫംഗ്ഷനും നിങ്ങൾക്ക് CMOS ഗേറ്റ് വെച്ചിട്ട് വരക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഈ PMOS NMOS വെച്ച് വരക്കാൻ പറ്റണം. അപ്പൊ അതിന്റെ ജനറൽ പോയിന്റ്സ് ഈ കാര്യങ്ങൾ ഓർക്കുക. എപ്പോഴും PMOS ലോഡ് സൈഡിലായിരിക്കും, NMOS ഡ്രൈവർ സൈഡിലായിരിക്കും. ദെൻ ലോഡ് സൈഡിലായതുകൊണ്ട് തന്നെ PMOSന്റെ സോഴ്സ് ഓൾവേസ്, നമ്മൾ സോഴ്സ് മാത്രം എപ്പോഴും സപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ആയിട്ടോ ഉള്ള കണക്ഷൻ എപ്പോഴും സോഴ്സിനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ PMOSന്റെ സോഴ്സ് ഓൾവേസ് കണക്റ്റഡ് ടു സപ്ലൈ വോൾട്ടേജ്, NMOSന്റെ സോഴ്സ് ഓൾവേസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഓക്കെ, ദെൻ ഗേറ്റിലാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ഹിയർ വി ആർ കണക്ടിങ് ദ ഗേറ്റ്സ് ടുഗെദർ ആൻഡ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് അറ്റ് ദാറ്റ് കോമൺ പോയിന്റ്.
അതുപോലെ ഔട്ട്പുട്ട് എപ്പോഴും ഡ്രെയിൻ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിന്റെയും ഡ്രെയിൻ ഷോർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് CMOS inverter. Okay, now we can check the conditions. We have a single input, so we have two conditions, input low and high. Okay, if our input voltage equal to 0, input voltage equal to 0 ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മോസ്ഫെറ്റിന്റെ സ്വിച്ചിങ് കണ്ടീഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. when Vin equal to 0, what will happen? PMOS become on. Okay, NMOS become off. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക. PMOS ഒരു ഹൈ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിപ്പം തൽക്കാലം നിങ്ങൾ അതിന്റെ ത്രെഷോൾഡിന്റെ ഡീറ്റെയിൽസ് ആറ്റൊന്നും പോകണ്ട, ഈ കാര്യം മാത്രം ഓർത്താൽ മതി. ലോ വോൾട്ടേജ് ആണെങ്കിൽ ആരോൺ ആവും? PMOS ഓൺ ആവും. ഓക്കെ, സോ ഇൻപുട്ടിൽ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PMOS ഓൺ, NMOS ഓഫ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താ സംഭവിക്കുക? ഈ PMOS ഓൺ ആണെങ്കിൽ ഇവിടെ VDD ഒരു ക്ലോസ്ഡ് സ്വിച്ച് പോലെ വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ NMOS ഓഫ് ആണ്. NMOS ഓഫ് ആണെങ്കിൽ അവിടെ എന്താ? ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഓക്കെ, ദെൻ ഈ രണ്ട് സ്വിച്ചിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ ആ ഗേറ്റിലുള്ള വോൾട്ടേജ് ആണ് അല്ലെ? സോ ഈ ഗേറ്റിലുള്ള വോൾട്ടേജ് VG ഇത് 0 ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് PMOS ഓണും NMOS ഓഫും ആവുന്നത്. അപ്പൊ PMOS ഓണും NMOS ഓഫും ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രൗണ്ടിലേക്കുള്ള കണക്ഷൻ ഓപ്പൺ പാത്ത് ഉണ്ടാവും അല്ലെ? സോ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ദിസ് VDD. ഓക്കെ, so when input equal to 0 or logic low level, output will be high. Okay, then നേരെ റിവേഴ്സ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ when input equal to 1, when input equal to 1, what will happen? Logic high അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? our PMOS become off, NMOS become on. Okay, so as a result ഞാൻ ഇക്വിവാലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ here there will be an open switch. അല്ലെ, PMOS off ആണ്, so there will be an open switch, and here there will be a closed switch. Okay, so here our output. അപ്പൊ എന്താ? ഇപ്പൊ നമ്മുടെ VDD എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് എത്തുന്നില്ല, സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുന്നില്ല, കാരണം PMOS ഓഫ് ആണ് അല്ലെ? സോ ഔട്ട്പുട്ട് എന്താ? കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ an inverter works. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സോ ദിസ് ഈസ് ഹൗ CMOS വർക്ക്സ്. അപ്പൊ നമുക്കിനി ഇവിടെ CMOS ഇൻവെർട്ടറിന്റെ കേസിൽ പഠിക്കാനുള്ളത്, ഇതിന്റെ ഫസ്റ്റ് പഠിക്കാനുള്ളത് DC ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ DC ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CMOS ഇൻവെർട്ടർ. ഓക്കെ, സോ DC ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CMOS ഇൻവെർട്ടർ. Here, DC analysis or DC characteristics means we are finding output voltage for a given value of input voltage. That is DC analysis here. Okay, or we can say the DC characteristics of inverter is voltage transfer characteristics. Voltage transfer characteristics neയാണ് നമ്മൾ DC characteristics എന്ന് പറയുന്നത്. Then what is this voltage transfer characteristics? It is the plot of output voltage as a function of input voltage. Okay, so DC characteristics for an inverter can be obtained by varying the input voltage in the range of 0 to VDD. ഇപ്പൊ നമ്മൾ ലോജിക് 0 കൊടുക്കുന്നു, ലോജിക് 1 കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് കൊടുക്കുന്നു, ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന ലെവലിലാണ് ജനറലി പറഞ്ഞിട്ടുള്ളത്. Now we have to change the input voltage from 0 volt to maximum value VDD. Okay, so input voltage 0 to VDD വരെ ചേഞ്ച് ചെയ്യുക. Then find the corresponding output voltage level. And by plotting this input and output, okay, that is called voltage transfer characteristics. Transfer characteristics നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള curve ആണ് ഇത് transfer characteristics. Here we are plotting output voltage versus input voltage. So it is called voltage transfer characteristics. So this voltage transfer characteristics define the DC characteristics of CMOS inverter. Okay, so first നമുക്ക് ഇതിന്റെ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ഐഡിയലി നമ്മൾ എന്താ പറയുന്നത്? ഫോർ ലോ വോൾട്ടേജ്. ഓക്കെ, സോ നമ്മളിപ്പം പറഞ്ഞത് ഇൻപുട്ട് റേഞ്ച് 0 to VDD വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ഐഡിയൽ കേസ് വി ആർ ടേക്കിംഗ് നമ്മൾ 0 to VDD by 2 വരെ ഉള്ള റേഞ്ച്
ലോ വോൾട്ടേജ് റേഞ്ച് ആയിട്ടും, അതേപോലെ VDD/2 മുതൽ VDD വരെയുള്ളത് ഇതെന്തായിട്ടും എടുക്കുക ഹൈ വോൾട്ടേജ് റേഞ്ച് ആയിട്ടും വിചാരിക്കും, ഐഡിയലി സ്പീക്കിംഗ്. ഓക്കെ, സോ 0 to VDD/2 ദാറ്റ് ഈസ് ആ മാക്സിമം വോൾട്ടേജിന്റെ ഒരു പകുതി വരെ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന 0 to VDD വരെയുള്ള വോൾട്ടേജ് റേഞ്ചിൽ അതിൽ ഹാഫ് പോയിന്റ് വരെ എത്രയാണ് ലോ വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു, നെക്സ്റ്റ് ഹാഫ് എന്താ ഹൈ വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, വെൻ ഇൻപുട്ട് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0 to VDD/2 ദാറ്റ് ഈസ് ഇതാണ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത് ലോ വാല്യൂ ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻപുട്ട് 0 to this VDD/2, what will be the output? Output will be high അല്ലെ? 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ 1 ആണെന്നാ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഇൻപുട്ട് ലോജിക് 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു, സോ അവർ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. അപ്പൊ ഇൻപുട്ട് 0 to VDD/2 വരെ എന്തായിരിക്കും ഔട്ട്പുട്ട് ഹൈ വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് VDD. ഓക്കെ, ദെൻ നമ്മൾ VDD/2 to VDD അതെന്തായിട്ട് എടുക്കുന്നത് ഹൈ ലോജിക് ഹൈ ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. ഐഡിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ അസ്യൂം ചെയ്യുന്നത്. എപ്പോഴും ആ മിഡ് പോയിന്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ VDD/2 to VDD അതിന്റെ ഒരു പകുതി വോൾട്ടേജ് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്മളൊരു 10 വോൾട്ട് ആണ് ഞാൻ VDD ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 0 to 5 വോൾട്ട് വരെ ലോ ആയിട്ടും, അതുപോലെ 5 to 10 വരെ, അല്ലെങ്കിൽ 6 to 10, അല്ലെങ്കിൽ 5.1 to 10 ഈ ഒരു റേഞ്ചിലെല്ലാം എന്താ ഇതെല്ലാം ഹൈ ആയിട്ട് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇത് ഹൈ ആണെങ്കിൽ എന്തായിരിക്കണം ഔട്ട്പുട്ട് 0 ആയിരിക്കണം. അപ്പൊ ഇൻപുട്ട് എക്സ് ആക്സിൽ ഇൻപുട്ട് ആണ്, സോ ഇൻപുട്ട് VDD/2 ഗ്രേറ്റർ ആയി ഈ ഒരു റേഞ്ച് അല്ലെ, ആ റേഞ്ചിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഐഡിയലി നിങ്ങൾ വരക്കുവാണെങ്കിൽ ദിസ് വിൽ ബി ദ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ CMOS ഇൻവെർട്ടർ. ഓക്കെ, ഓർ ദിസ് വിൽ ബി ദ DC ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CMOS ഇൻവെർട്ടർ. ബട്ട് ഒരിക്കലും പ്രാക്ടിക്കലി എന്താണ് ഇതുപോലൊരു കേവ് പോസിബിൾ അല്ല അല്ലെ. അതായത് നമ്മൾ ഇൻപുട്ട് 0 to VDD/2 ചേഞ്ച് ചെയ്യുമ്പോൾ ഹൈ ആവുന്നു, പെട്ടെന്ന് VDD/2 ഇൻപുട്ട് ലോ ലെവലിലേക്ക് വരുന്നു എന്നുള്ളത് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഓക്കെ, so this is the ideal characteristics or ideal voltage transfer characteristics of a CMOS inverter. Now we can go for the actual characteristics. Okay, so almost ഈ ഐഡിയലിന് റിസംബിൾ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ഡ്രോ വരച്ചിട്ടുള്ളത്. ഓക്കെ, so this is the actual characteristics. So at the x axis we input, y axis we output. So this is the voltage transfer characteristics corresponding to CMOS ഇൻവെർട്ടർ. അപ്പൊ നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ആ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറെന്റ് റീജിയൻസ് ഒന്ന് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഓരോ റീജിയൻസിലും വോൾട്ടേജ്, കറണ്ട് ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ ഒക്കെ എന്താണ് എന്നുള്ളതും നമ്മുടെ NMOS PMOS ഡിവൈസിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും ഒക്കെയാണ് ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി അപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഈ 0 മുതൽ സേ ഒരു VDD വരെയുള്ള വോൾട്ടേജ് വരെ എന്ത് ചെയ്യാന്ന് ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാണ്. സോറി, സോ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇപ്പൊ ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് ഒരു റീജിയൻ എ, അതായത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ, ഇതാണ് റീജിയൻ എ ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ ആ സമയത്ത് എന്തായിരിക്കും അവർ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ, 0 സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് വരെ എത്തി. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ് എന്തായാലും ലോ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ലോ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തായിരിക്കും NMOS വിൽ ബി ഇൻ കട്ട് ഓഫ് റീജിയൻ, ഓർ കട്ട് ഓഫ് റീജിയൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് PMOS ഓൺ ആയിരിക്കും, ഓൺ ആയിട്ട് അതിന്റെ ലീനിയർ റീജിയനിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മീൻസ് അതിനകത്ത് മാക്സിമം കറണ്ട് ഫ്ലോ ഉണ്ടാവും. ലീനിയർ റീജിയൻ എന്ന് പറയുമ്പോൾ മാക്സിമം കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന റീജിയൻ ആണ് അല്ലെ. സോ in this region A, that is when input voltage is low, NMOS will be in cutoff region and PMOS will be in linear region, or we can say NMOS will be off. Cutoff region എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് ഓഫ് കണ്ടീഷനിലായിരിക്കും, PMOS ലീനിയർ റീജിയനിലായിരിക്കും, അതായത് ഓൺ കണ്ടീഷനിലാണ്, കണ്ടക്ടിങ് സ്റ്റേജിലാണ് ഉള്ളത് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഔട്ട്പുട്ട് ഹൈ കിട്ടുന്നത്. ഓക്കെ, ഇനി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ഞാനിപ്പോ സർക്യൂട്ട് ഒന്ന് വരക്കുവാണ്. ഓക്കെ, ദിസ് ഈസ് അവർ VDD, this is the gate voltage, or this is the input voltage, here we have the output voltage. സോ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഞാൻ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണോ അതായിരിക്കും ഡയറക്റ്റ് ആർക്ക് കിട്ടുന്നുണ്ടാവുക
ഈ എൻമോസിന് കിട്ടുന്നുണ്ടാവുക അല്ലെ. പിമോസിന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? നിങ്ങൾ KVL ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. പിമോസിന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ പോയിന്റിൽ, അതായത് ബിറ്റ്വീൻ, നമ്മൾ ഈ പോയിന്റിലാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് ഗേറ്റും അതേപോലെ ഗ്രൗണ്ടിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ആസ് സച്ച് ആർക്ക് കിട്ടും? നമ്മുടെ എൻമോസിന് കിട്ടും അല്ലെ. പിമോസിന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇവിടെ VGS എന്ന് പറയുന്നത് എന്താ? VGS എന്ന് പറഞ്ഞാൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആണ് അല്ലെ. സോ ദിസ് വിൽ ബി VDD മൈനസ് Vin. ഓക്കെ, സോ പിമോസിന് കിട്ടുന്ന വോൾട്ടേജ് വിൽ ബി VDD മൈനസ് Vin. ഓക്കെ, സോ നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ലോ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ഇവിടെയുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, ഈ കിട്ടുന്ന ഗേറ്റ് വോൾട്ടേജ് എന്താവും? ഡിക്രീസ് ചെയ്യും ആണല്ലോ. കാരണം എന്താണ്? ഈ VDD മൈനസ് Vin ആണ്, VDD കോൺസ്റ്റന്റ് ആണ്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഈ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താവും? നമ്മുടെ എൻമോസിന് കിട്ടുന്ന വോൾട്ടേജ് അല്ലെ, എൻമോസിന് അപ്ലൈ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്താവും? ഡയറക്ട്ലി ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് VDD മൈനസ് Vin ആണ് ഇവിടെ കിട്ടുന്നത് അല്ലെ. അപ്പൊ പിമോസിന് കിട്ടുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോഴേക്കും എൻമോസ് സാച്ചുറേഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, എൻമോസ് സാച്ചുറേഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യാൻ ജസ്റ്റ് ഇൻപുട്ട് എന്തായിട്ടുണ്ടാവും? നമ്മുടെ ആ ഒരു ത്രെഷോൾഡ് വോൾട്ടേജിന് ഈക്വൽ ആയിട്ടുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ ജസ്റ്റ് അതൊരു കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റിൽ പിമോസിന് നമുക്ക് ഈ വോൾട്ടേജ് ലോ തന്നെ ആയതുകൊണ്ട് പിമോസ് ഓൺ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഈ ബി റീജിയൻ എന്ന് പറയുന്നത് എൻമോസ് ജസ്റ്റ് സാച്ചുറേഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്തു, പിമോസ് ലീനിയർ റീജിയനിലോട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പിമോസ് സ്റ്റിൽ ഓൺ ആണ്, എൻമോസ് നമുക്ക് ഓൺ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഓൺ ആയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്തത് അല്ലെ. നമ്മൾ 0-1 വെച്ചിട്ട് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ലോജിക്കലി അല്ലാത്ത കേസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ 0 ഇൻപുട്ട് കൊടുത്തപ്പം 1 കിട്ടി. ഓക്കെ, 0 ഇൻപുട്ട് കൊടുത്തപ്പോൾ 1 കിട്ടി. ഇനി ചിലപ്പോൾ ഒരു 0.1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലും ലോജിക് 0 ആയിട്ട് എടുക്കുന്നത് 1 കിട്ടും. അപ്പൊ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ചിലപ്പോൾ ഒരു 2 വോൾട്ട് ഒക്കെ എത്തുമ്പോഴത്തേക്കും എന്തായിട്ടുണ്ടാവും? ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്ക് 1 അല്ല, മാക്സിമം ഔട്ട്പുട്ട്, സോറി 1 അല്ല, ഒരു 5 വോൾട്ട് ആണെങ്കിൽ അതൊക്കെ 5ൽ നിൽക്കുവാണ്. അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് ജസ്റ്റ് എത്തുമ്പോഴേക്കും എന്താവും? എൻമോസ് പതുക്കെ ഓൺ ആവും, ബട്ട് അത് അത്രയും കണ്ടക്ടിങ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും? ചിലപ്പോൾ ഈ 5 ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, വെറുതെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് വാല്യൂസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താവും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്? എൻമോസ് സാച്ചുറേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു, ബട്ട് അത് പിമോസ് ഓഫ് ആയിട്ടില്ല, അതേപോലെ എൻമോസ് ഫുള്ളി കണ്ടക്ടിങ് അല്ല. അതുകൊണ്ട് എന്താണ്? കുറച്ച് കറണ്ട് നമ്മുടെ എൻമോസിലൂടെ ഗ്രൗണ്ടിലേക്കും കൂടെ പാസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് കംപ്ലീറ്റ് VDD എന്ന് പറഞ്ഞ വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് കിട്ടൂല, സം റിഡക്ഷൻ വിൽ ബി ദർ. ഓക്കെ, സോ അതാണ് ഈ ബി റീജിയൻ ഡിഫൈൻ ചെയ്യുന്നത്. എൻമോസ് സാച്ചുറേഷൻ റീജിയൻ, പിമോസ് ലീനിയർ റീജിയൻ. ഓക്കെ, നൗ അഗൈൻ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു സമയം, ഈ ഒരു റീജിയൻ, നിങ്ങൾ സി എന്ന് പറഞ്ഞ റീജിയൻ നോക്ക്. ഇത് സി എന്ന് പറഞ്ഞ റീജിയനിൽ എന്താണ്? ബോത്ത് സിമോസ് ആൻഡ് എൻമോസ് ആർ ഇൻ സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പൊ ഏകദേശം അതിന്റെ ഒരു മിഡിൽ എത്തുമ്പോൾ, ഏകദേശം ആ ഒരു മിഡ് റേഞ്ചിൽ എത്തുമ്പോഴേക്കും എന്താവും? രണ്ടും സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. വെച്ചാൽ രണ്ട് ട്രാൻസിസ്റ്ററും എന്തായിരിക്കും? പാർഷ്യലി കണ്ടക്ടിങ് ആയിരിക്കും. ഓക്കെ, രണ്ടും പാർഷ്യലി കണ്ടക്ടിങ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും അല്ലെ. ബിക്കോസ് നമ്മുടെ VDD എന്നുള്ളതിൽ കുറെ ഒരു പാർട്ട് ഓഫ് ദ വോൾട്ടേജ് ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ കറണ്ട് ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യും, ബാക്കി ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടും ഒരു ഏകദേശം ഓൺ ആയി, അതായത് ശരിക്കും പറഞ്ഞാല് പിമോസ് ഓൺ എന്നുള്ള സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ആവാൻ പോവാന്ന്. എൻമോസ് എന്താണ്? ഇവിടെ സാച്ചുറേഷനിൽ ഓഫ് ആയിരുന്നു, സാച്ചുറേഷനിലേക്ക് കയറി വന്നിട്ട് എന്താണ്? പിന്നെയും സാച്ചുറേഷനിൽ തന്നെ നിൽക്കുവാന്ന്, ഓൺ ആവാൻ പോവാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താവും? ഇനീഷ്യലി പിമോസ് ഓണും എൻമോസ് ഓഫും ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? തുടങ്ങും പിമോസ് ഓഫിലേക്ക് പോകാൻ നോക്കും, അതേപോലെ എൻമോസ് ഓൺ ആവാൻ നോക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മിഡ് റീജിയൻ ആണ് ഇത്. രണ്ടും സാച്ചുറേഷൻ റീജിയനിലാണ്. സോ രണ്ടും പാർഷ്യലി കണ്ടക്ടിങ് ആയിരിക്കും. സോ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദെൻ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ
ഈ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഇൻപുട്ട് വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. സോ അറ്റ് ദാറ്റ് പോയിന്റ് NMOS enters into ലീനിയർ റീജിയൻ. അതായത് NMOS എന്തായി, കംപ്ലീറ്റ്ലി കണ്ടക്ടിങ് റീജിയനിലേക്ക് പോയി. PMOSന്റെ കണ്ടക്ഷൻ അത്രയും റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ PMOS ഓഫ് ആവാൻ ഏകദേശം ആയി, പാർഷ്യലി കണ്ടക്ടിങ് ആണ്. ഇപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിട്ടില്ല. ഓക്കെ, then again if we are increasing input voltage, this NMOS will be in linear region and PMOS will be in cutoff region. That is PMOS completely off ആവും. PMOS completely off ആയി കഴിഞ്ഞാൽ എന്തായി, പിന്നെ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് എത്തൂല. സോ ഔട്ട്പുട്ട് എന്താവും, ഈക്വൽ ടു 0 ആവും. ഓക്കെ, സോ ദീസ് ആർ ദ റീജിയൻസ് we can define in voltage transfer characteristics of DC inverter. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഞാൻ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന ഓഫ് ആവുന്ന കേസേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഓരോ റീജിയനിലും പിന്നെ ഈ സർക്യൂട്ടിന്റെ അകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഓരോ റീജിയൻ വൈസ് നമുക്കിനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് PMOS ഓൺ ആണ്, NMOS ഓഫ് ആണ്. ഓക്കെ, ദെൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, PMOS പതുക്കെ ഓഫ് ആവാൻ തുടങ്ങും, NMOS മെല്ലനെ എന്ത് ഓൺ ആവാൻ തുടങ്ങും. അതായത് കട്ട് ഓഫ് സാച്ചുറേഷൻ ലീനിയർ എന്ന് പറഞ്ഞ റീജിയനിലേക്ക് NMOS പോകുമ്പോൾ PMOS ലീനിയറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് സാച്ചുറേഷൻ കട്ട് ഓഫ് ആ രീതിയിലേക്ക് എന്തായി പോകും, ഓഫിലേക്ക് പോകും. ഓക്കെ, സോ നൗ ലെറ്റ് us see these regions. ആ റീജിയൻസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് റീജിയൻ എ. സോ we are defining this region A in the input voltage range of 0 to VTN. ഈ VTN എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജ് ഫോർ NMOS ആണ്. എന്നുവെച്ചാൽ നമ്മളെ NMOS ജസ്റ്റ് ഓൺ ആവുന്നതിന് തൊട്ട് മുന്നേ വരാം അല്ലെ. ഇപ്പൊ NMOS ഓഫ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ റീജിയൻ എയിൽ പറഞ്ഞ എന്താണ്, NMOS ഓഫും PMOS ലീനിയർ റീജിയനിലുമാണ്. ഓക്കെ, സോ ദിസ് റേഞ്ച് വി ആർ ഡിഫൈനിങ് റീജിയൻ റേഞ്ച് A in this range, that is input voltage from 0 to VTN. ഈ VTN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOS എന്ന് വെച്ചാൽ ആ ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ട്, ഈ VTN-നെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ട് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, NMOS സാച്ചുറേഷൻ റീജിയനിലേക്ക് എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ NMOS ഏകദേശം ഓൺ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ this 0 to VTN, this region is defined as region A, where NMOS is cut off and PMOS is in linear region. Okay, or we can say PMOS is on and NMOS is off, such that output voltage will be high, that is VDD. Okay, so any input voltage in this range can be interpreted as logic 0. Okay, അപ്പൊ ഈ നമ്മൾ ലോജിക്കലി പറയുകയാണെങ്കിൽ എന്താണ്, ഈ റേഞ്ചിലുള്ള എല്ലാ വോൾട്ടേജും 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, കാരണം ഔട്ട്പുട്ട് എന്താ, ഔട്ട്പുട്ട് ഹൈ ആണ്. ഓക്കെ, സോ ദിസ് റേഞ്ച് ഓഫ് വോൾട്ടേജ് ക്യാൻ ബി ഇന്റർപ്രിറ്റഡ് ആസ് ലോജിക് 0. റീജിയൻ എന്റെ കേസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. നൗ റീജിയൻ ബി. Region B is characterized by VTN greater than less than or equal to Vin less than VDD by 2. ഈ VDD by 2 എന്ന് എടുക്കുന്നത് ഐഡിയൽ കേസ് ആണ്. ആക്ച്വലി അത് നമ്മൾ അതിന്റെ മിഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ VTN to VDD by 2 ഏകദേശം അതിന്റെ ഒരു മിഡ് പോയിന്റ് വരെയുള്ള വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു റീജിയനിൽ നമ്മുടെ റീജിയൻ ബി, നിങ്ങൾ ആ കേവ് വരച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ റീജിയൻ ബി ഒന്ന് നോക്കുക. ദർ PMOS is in linear region and NMOS is in saturation region. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നൗ നമുക്ക് ആ ഒരു റീജിയനിൽ ഇതിന്റെ ഇക്വിവാലന്റ് സർക്യൂട്ട് ലീനിയർ റീജിയനിലായതുകൊണ്ട് നമുക്ക് PMOSനെ വി ക്യാൻ റീപ്ലേസ് വിത്ത് എ റെസിസ്റ്റർ. ഓക്കെ, സോ ദിസ് റീജിയനിൽ ഇക്വിവാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് വി ക്യാൻ റീപ്ലേസ് PMOS വിത്ത് എ റെസിസ്റ്റർ ബിക്കോസ് PMOS ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ലീനിയർ റീജിയൻ and NMOS saturation region. So we can replace it with a current source of value IDSN. Okay, that is saturation region current. Saturation current ആണ് IDSN. അത് നമുക്ക് ഇൻപുട്ട് VGSN, അതായത് സാച്ചുറേഷൻ വോൾട്ടേജിലേക്ക് ഇൻപുട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ദിസ് IDSN എന്ന് പറയുന്നത്. ഓക്കെ, അതായത് VN ഈക്വൽ ടു VGSN ഇത് സെറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഈ IDSN എന്ന് പറയുന്നത്, ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട്. ഓക്കെ, ഈ IDS എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട്, അത് NMOSൻ്റെതായതുകൊണ്ടാണ് IDSN എഴുതിയേക്കുന്നത്. ഓക്കെ, സോ അതിന്റെ VGSN ഈക്വൽ ടു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഈ VGSN സാച്ചുറേഷൻ വോൾട്ടേജിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള IDS തന്നെ കിട്ടും. ഓക്കെ, സോ we can replace the NMOS with the current source and PMOS with a resistor. Okay. Also, ഈ റീജിയനിൽ നമുക്ക് ഇക്വാലന്റ് സർക്യൂട്ട് ഇതുപോലെ വരക്കാൻ പറ്റും. Now, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. We can define a point here. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്ക്. സെയിം നേരത്തെ വരച്ച DC ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഇതിനകത്ത് ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു കേർവില് സ്ലോപ്പ് 1 കിട്ടുന്ന ഈ ഒരു പോയിന്റ്. ഓക്കെ, ഈ കേർവിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരക്കുവാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് 1 കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, സോ എ പോയിന്റ് സോറി -1, എ പോയിന്റ് വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു -1 ഇൻ ദിസ് റീജിയൻ ഡിഫൈൻസ് ദ ഇൻപുട്ട് ലോ വോൾട്ടേജ്. കണ്ടോ, അതായത് ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈ ഒരു റീജിയൻ, അതായത് റീജിയൻ ബി. റീജിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർവ് വരുന്നല്ലേ, ഈ സൈഡ്, എന്താണ് നമ്മുടെ റീജിയൻ ബി. സോ ഈ റീജിയൻ ബിയിൽ വി ആർ ഡിഫൈനിങ് എ പോയിന്റ് വേർ സ്ലോപ്പ് ഈക്വൽ ടു -1. അപ്പോൾ ഒരു സ്ലോപ്പ് ഈക്വൽ ടു -1 കിട്ടുന്ന ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്താണ്ടോ, VIL. മനസ്സിലായോ? സോ ഇൻപുട്ട് വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് വേർ സ്ലോപ്പ് ഈക്വൽ ടു -1. ഈ വോൾട്ടേജിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. ഓർ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ 0 തൊട്ടിട്ട് ഈ VIL വരെയുള്ള വോൾട്ടേജിനെ വി ക്യാൻ ട്രീറ്റ് ആസ് ലോജിക് 0. ഈ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്, ഹൈ ലെവൽ വോൾട്ടേജ് ഒക്കെ നമ്മൾ ലോജിക് ഫാമിലീസിൽ പഠിച്ചതാണ്. ഇനി അതൊന്നും ഓർക്കുന്നില്ലെങ്കിലും ഈ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ ഈ സ്ലോപ്പ് ഈക്വൽ ടു റീജിയൻ ബിയിൽ സ്ലോപ്പ് ഈക്വൽ ടു -1 ആവുന്ന പോയിന്റ്. ഓക്കെ, ആ പോയിന്റിൽ വി ആർ ഡിഫൈനിങ് ദ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജിൽ നമ്മൾ ലോ ആയിട്ട്, ലോജിക് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ എന്തായാലും ലോജിക് 0 തന്നെയാണ് അല്ലേ. അപ്പൊ ഇൻപുട്ടിൽ ആ 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ VIL വരെയുള്ള പോയിന്റ്, ഇത്രയും വോൾട്ടേജ് എല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ലോജിക് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റീജിയൻ ബിയിൽ നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം NMOSും PMOSും ഏത് റീജിയനിലാണ് ഓപ്പറേറ്റ്